എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സത്യം വിജയിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് ആശ്വസിക്കാവുന്നതിനെക്കുറിച്ചാണ്. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ബാധകമാകണമെന്നില്ല. ബാധകമാകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നിങ്ങൾക്ക് 2 ഫയലുകൾ നൽകിയിരിക്കുന്നു. 2 ഫയലുകളുടെയും കോമൺ റീഡിംഗ് ആണ്. അതുകൊണ്ട് ഫയലുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസത്തിലേക്കാണ് ഒന്നാമത്തെ കാർഡ് വിരൽ ചൂണ്ടുന്നത്. ദി ഫൂൾ എന്ന ടാരോട്ട് കാർഡിലെ കാർഡാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ ഫൂൾ എന്ന കാർഡ് വന്നു എന്ന് കരുതി നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട. ശൂന്യതയിൽ നിന്നും ജീവിത പ്രതീക്ഷയിലേക്ക് എത്തുന്നു. അതായത് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ദുഃഖവും ഒന്നുമില്ലായ്മയും അവഗണനയും എല്ലാം മാറുന്നു. ജീവിതം പുതിയൊരു ദിശയിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ് ഈ കാർഡിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത്. നല്ലൊരു കാര്യത്തിൻ്റെ തുടക്കം സംഭവിക്കുന്നു. അതായത് ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറി നിങ്ങൾ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് പോകുവാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് പുതിയൊരു തുടക്കം ജീവിതത്തിൽ വരാൻ പോകുന്നു. നിങ്ങൾ ഈ കാർഡിൽ കാണുന്നത് ഒരു പുരുഷനെയാണ്. ജീവിതത്തിൽ എത്ര പ്രതിസന്ധി നേരിട്ടാലും നിർഭയത്വത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെയാണ് കാണുന്നത്. ഇത് ഒരുപക്ഷെ നിങ്ങൾ തന്നെയായിരിക്കാം. നിങ്ങളൊരു സ്ത്രീ ആയാലും പുരുഷനായാലും ജീവിതത്തെ ഭയപ്പെടുന്ന വ്യക്തിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ടാരോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു രംഗമാണിത്. അതായത് ജീവിതത്തിൽ വെല്ലുവിളികൾ കൊണ്ട് നിങ്ങളെ പൊറുതിമുട്ടിക്കുമ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള സത്യം വിജയിക്കുന്നു. അത് നിങ്ങൾക്ക് ബലം നൽകുന്നു. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നു എന്നും ഇതിനർത്ഥമുണ്ട്. ഒന്നും കൊണ്ടും തളർന്നു വീഴുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ. ഒരു സ്ത്രീ ആയാലും ശരി, ഒരു പുരുഷനായാലും ശരി, നിങ്ങൾ വീണുപോകുന്നില്ല. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. തിരിച്ചടികൾ നേരിടുന്ന ജീവിതത്തിലും നിർഭയത്വത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ആർജവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നത്. അടുത്തതായി നിങ്ങൾ ചെറിയൊരു നായയെ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. വിശ്വസ്തയോടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചിലരെ നിങ്ങൾക്ക് കാണാം. ചെറിയ നായ അല്ലെങ്കിൽ നായയുടെ വലിപ്പക്കുറവ്, അവർ എണ്ണത്തിൽ കുറവാണെങ്കിലും നിങ്ങളെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ നിങ്ങൾക്കൊപ്പമുണ്ട്. അവരുടെ എണ്ണം കുറവാണെന്ന് കണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. കാരണം നിങ്ങളെ അവർ സ്നേഹിക്കുന്ന വിശ്വാസവും അവർ നിങ്ങൾക്ക് നൽകുന്ന സംരക്ഷണവും വലുതാണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും അവർ തരണം ചെയ്തുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു. കുന്നുകളും പാറകളും നിൽക്കുന്ന ഒരു പ്രദേശം നിങ്ങൾക്ക് ഈ കാർഡിൽ കാണാം. ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതും ഇനി അനുഭവിക്കാനിരിക്കുന്നതും എളുപ്പമുള്ള വഴികളല്ല എന്ന് അവ നിങ്ങൾക്ക് കൃത്യമായ ധാരണ നൽകുന്നു. അതായത് ഇതുവരെ നിങ്ങൾ താണ്ടിയ വഴി സിമ്പിളായിരുന്നില്ല, ലളിതമായിരുന്നില്ല. അവിടെ നിങ്ങൾക്ക് തിരിച്ചടികളും വെല്ലുവിളികളും പ്രതിഷേധങ്ങളും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കല്ലും മണ്ണും പാറയും ഒക്കെ നിറഞ്ഞ ജീവിത വീഥിയിലൂടെ നിങ്ങൾ മുന്നോട്ടു പോകുന്നു. ഇനിയും പോരാട്ടങ്ങൾ ജീവിതത്തിൽ വേണ്ടിവരും. ഒന്നും എളുപ്പമായിരിക്കില്ല. പക്ഷേ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. നിങ്ങൾ വിജയം നേടും. സത്യം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാർഡിൽ സൂര്യനെ കാണാം. നിശ്ചയദാർഢ്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഊർജത്തിൻ്റെയും പ്രതീകമാണ്. നിങ്ങൾക്ക് ഊർജം ചൊരിയുന്ന ഒരു ശക്തി മുകളിലുണ്ട്. ആ പോസിറ്റീവ് എനർജി എന്നെന്നും നിലനിൽക്കുന്ന ഒന്നാണ്. അത് നിങ്ങൾക്ക് നൽകുന്ന ശക്തിയും നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളതിൻ്റെ ഒക്കെ തെളിവായിട്ട് നമുക്കിതിനെ കാണാം. അപ്രകാരം ജീവിതത്തിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നേരിട്ടുകൊണ്ട് പോരാടിക്കൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. നിങ്ങളുടെ
സത്യം വിജയിക്കുക തന്നെ ചെയ്യും, മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാർഡ് ദി ലവേഴ്സ് എന്ന കാർഡാണ്. ഈ കാർഡ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ മാനസികമായി മറ്റൊരാളുമായി നല്ല അടുപ്പത്തിലാണ്. ആരൊക്കെയോ നിങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും നിങ്ങൾ അവരെയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഓരോ വികാരവും സൂക്ഷ്മവും രഹസ്യവുമായി പങ്കുവെക്കുന്ന ഹൃദയത്തോട് ഇഴചേർന്ന ഒരു ബന്ധം നിങ്ങൾക്കുണ്ട്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ജീവിതത്തിലെ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ആ വ്യക്തിയുമായുള്ള അടുപ്പവും ഇവിടെ വ്യക്തമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തി എന്നും നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ആ ബന്ധം എതിർലിംഗപരമായ ബന്ധമാണ്. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരു സ്ത്രീയെയോ പുരുഷനെയോ സ്നേഹിക്കുന്നു. അതായത് നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളൊരു പുരുഷനുമായി ആത്മബന്ധമുണ്ട്. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ത്രീയുമായി ആത്മബന്ധമുണ്ട്. അങ്ങനെ പ്രണയാർദ്രമായ ഒരു ബന്ധം, മനസ്സുകൾ പരസ്പരം കൈമാറിയിരിക്കുന്ന, കീഴടക്കിയിരിക്കുന്ന ഒരവസ്ഥ. കാടിന് മുകളിൽ നിങ്ങൾക്ക് ഒരു മാലാഖയെ കാണാം. അത് ആശീർവാദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആ പ്രണയത്തിൻ്റെ പവിത്രതയെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ദൈവം നൽകിയ, നിങ്ങളുടെ വിശ്വാസമനുസരിച്ചുള്ള ഏത് ശക്തി ആയിക്കൊള്ളട്ടെ, ആ ശക്തി അറിഞ്ഞു നൽകിയ ഒരു ബന്ധം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അത്രയ്ക്കും തീക്ഷ്ണത ഉള്ളൊരു ബന്ധമാണത് എന്ന് ഉറപ്പിച്ചു പറയാം. മനസ്സ് അറിഞ്ഞ ബന്ധം, ഹൃദയം അറിഞ്ഞ ബന്ധം, ആത്മാവ് തൊട്ടറിഞ്ഞ ബന്ധം. സൂര്യൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് ആ കാർഡിൽ കാണാം. ഏറ്റവും നല്ല ശക്തിയും സംരക്ഷണവും ഏറ്റവും ദിവ്യമായ സ്ഥാനവും ഒരു പോസിറ്റീവ് എനർജിയും നിങ്ങൾക്ക് അതിലൂടെ പ്രദാനം ചെയ്യുന്നു. എല്ലാത്തിനെയും അടക്കി വാഴാനുള്ള ശക്തിയും തീക്ഷ്ണതയും നന്മയുമുള്ള ഒരു സാഹചര്യം. എല്ലാത്തിൻ്റെയും മുകളിൽ ആ ശക്തി നിങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യുന്നു. ആത്മീയതയുടെയും സത്യത്തിൻ്റെയും ഒരു ശക്തി എപ്പോഴും നിങ്ങൾക്ക് മുകളിൽ ജ്വലിച്ചു നിൽക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതിൻ്റെ ആശീർവാദത്തോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും നൽകുന്നു. ഒരു മരത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാം. ആ മരം നിങ്ങളുടെ തീവ്രമായ പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ സ്നേഹം നിങ്ങൾക്ക് അനുകൂലവുമാണ്. സ്ത്രീയുടെ പിന്നിൽ കാണുന്ന മരം അറിവിൻ്റെയും വെളിച്ചത്തിൻ്റെയും പ്രതീകമാണെങ്കിൽ തീക്ഷ്ണതയുടെ പ്രതീകമാണ് പുരുഷൻ്റെ പിന്നിലുള്ള മരം. ഇതെല്ലാം നിങ്ങൾ പരസ്പരം കൈമാറുകയും നിങ്ങളിൽ ഒത്തൊരുമിച്ച് വരികയും ചെയ്യുന്നു. പ്രണയം, ധൈര്യം, അനുഭവങ്ങൾ നൽകിയ പാഠം, അറിവ്, മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ശക്തി, ആത്മീയത, ഇതെല്ലാം ദൃശ്യമാണ് ഈ ബന്ധത്തിലും. ജീവിതത്തിൽ ഉടൻ തന്നെ ആ വ്യക്തിയുമായുള്ള ബന്ധത്തിൽ ഉറച്ചൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അതാണ് മുന്നിൽ കാണുന്നത്. ഇനി രണ്ടായി പോകാൻ കഴിയില്ല, ഒന്നായി പോകാനേ കഴിയൂ. അതനുസരിച്ചുള്ള ഒരു തീക്ഷ്ണമായ തീരുമാനം നിങ്ങൾ എടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. 3 ഓഫ് സ്വാർഡ്. 3 വാളുകൾ മുഖ്യ വ്യക്തി, അതായത് നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു. നിങ്ങളുടെ അധികാരത്തെയും നിങ്ങളുടെ ശക്തിയെയും നിങ്ങളുടെ തീക്ഷ്ണതയെയുമാണിത് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്തിനും നിങ്ങൾ തയ്യാറാണ്. അടിക്കടി പറയേണ്ടത് പറയും, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കും. അത്തരം ഒരു മാനസിക നില നിങ്ങൾക്കുണ്ട്. അല്ലാതെ ഒന്നും ഒളിപ്പിച്ചു വെക്കുകയില്ല. അഭിമാനത്തോടെ ചിരിക്കുന്ന നിങ്ങൾക്ക് പലയിടത്തും അഹങ്കാരം ഉണ്ടായി, ചില സ്വാർത്ഥതകളും നിങ്ങളെ പിന്തുടർന്നു. അതുമൂലം നിങ്ങൾ ചില പ്രതിസന്ധികളിൽ അകപ്പെട്ടു എന്നുള്ളതൊരു പരമസത്യമാണ്. ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നു. ജീവിതത്തിൽ വൈകാരികമായി പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് പല കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അത് ഇവിടെ ദൃശ്യവുമാണ്. ചില ആളുകൾ പിന്മാറുന്നതായി നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അതായത് ആളുകൾ ഇപ്പോൾ നിങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ വിജയം സുനിശ്ചിതമായപ്പോൾ, നിങ്ങളുടെ വിജയം വന്നപ്പോൾ ചില ആളുകൾ നിങ്ങളെ ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്നു. അതായത് മുഖ്യ ശത്രുവായി അല്ലെങ്കിൽ ശത്രുക്കളായി നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ചില ആളുകൾ പിന്നോട്ടടിച്ചു പോകുന്നു. അത് നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു സാധ്യതയാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളുമായി പരസ്പരം മല്ലടിച്ചിരുന്ന ചില ആളുകൾ തോൽവി സമ്മതിച്ച് പിന്നോട്ട് പോയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നിങ്ങളോട് വിജയിക്കാൻ കഴിയുകയില്ല എന്നവർക്ക് ബോധ്യം വരികയും അവർ പിന്മാറുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ശത്രുക്കൾ പരാജയം
അനുഭവിച്ചിരിക്കുന്നു, സഹിച്ചിരിക്കുന്നു, രുചിച്ചിരിക്കുന്നു. അതായത് നിങ്ങളുടെ ശത്രുക്കളുടെ പരാജയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ വിജയം തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ വരാൻ പോകുന്നത്. കാറ്റടിക്കുന്ന ഭാവത്തിൽ ആകാശത്തെ നിങ്ങൾക്ക് കാണാം. സംഘർഷ സാധ്യത ഒഴിഞ്ഞു പോയിട്ടില്ല. ഒരുപാട് വെല്ലുവിളികൾ ഇനിയും നിങ്ങൾക്ക് സ്വീകരിക്കാനുണ്ട്. നിങ്ങൾക്കെതിരെ തിരിഞ്ഞോടിയവരെ കണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട. അവർ ചിലപ്പോൾ മറ്റുള്ളവരെ നിങ്ങൾക്കെതിരെ ഒരു യുദ്ധത്തിന് വന്നേക്കാം. അവിടെയും വിജയം നിങ്ങൾക്കായിരിക്കും. പക്ഷേ കരുതിയിരിക്കുക, നിങ്ങൾക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല. നെഞ്ചുയർത്തി പോരാടാനുള്ള പോരാട്ടം തുടരുക വേണ്ടി തന്നെ വരും. അല്ലെങ്കിൽ അത് സംഘർഷ സാധ്യതകളിൽ ഒട്ടും അയവ് വന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നു. അത് മാനസികമായും പ്രവൃത്തി തലത്തിലുമൊക്കെ ആ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളതിൽ വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ വിജയത്തിൻ്റെ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും വിജയിക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. നിങ്ങൾ കൂടുതൽ വിജയം നേടുമ്പോൾ അതുവരെ നിങ്ങളുടെ മിത്രങ്ങളായിരുന്ന ചിലർ നിങ്ങളുടെ ശത്രുക്കളാകും. അതായത് ജീവിതത്തിൽ നിങ്ങൾ വിജയം നേടുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചില ശത്രുക്കളും ഉണ്ടാവും. ചില പഴയ ശത്രുക്കൾ മിത്രങ്ങളാകുകയും നിലവിൽ നിങ്ങൾക്കുള്ള ചില മിത്രങ്ങൾ നിങ്ങളുടെ വിജയവും നിങ്ങളുടെ പോരാട്ടവും നിങ്ങളുടെ വരാനിരിക്കുന്ന നന്മയും കാണുമ്പോൾ നിങ്ങളോട് അസൂയുള്ളവരും നിങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്തവരുമായി തീരും. പക്ഷെ അതിലൊന്നും നിങ്ങൾ പിൻവലിയേണ്ട കാര്യമില്ല. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ വിജയം, നിങ്ങളുടെ മുന്നേറ്റം നിങ്ങൾക്കൊരുപാട് ശത്രുക്കളെ ഉണ്ടാക്കും. അവരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തിയെയും സൂക്ഷ്മമായി തന്നെ വിശകലനം ചെയ്യുക. ആത്മാർത്ഥതയുള്ളവരും ആത്മാർത്ഥത ഇല്ലാത്തവരുമായ ആളുകൾ നിങ്ങളുടെ സൗഹൃദ വലയത്തിലും നിങ്ങളുമായി അടുത്തവരുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ കാർഡിനൊരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുമ്പോൾ അത്രത്തോളം മറ്റ് ചിലവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ജീവിതം ആത്മീയതയിലും ഒരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ധനമോ മുന്നേറ്റമോ വിജയങ്ങളോ മാത്രമല്ല, പലപ്പോഴും മറ്റു പലർക്കും വിട്ടുകൊടുത്തുകൊണ്ടുള്ള ആത്മസുഖത്തിലേക്ക് നിങ്ങൾ വരിക. മാനസികമായ സന്തോഷവും നയതന്ത്രതയും മറ്റുള്ളവരോടുള്ള സ്നേഹവും നിസ്വാർത്ഥമായ പ്രവൃത്തികളും നിങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. വെട്ടിപ്പിടിക്കുക മാത്രമല്ല ജീവിത വിജയം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് 4ാമത്തെ കാർഡിലേക്ക് പോകാം. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്നാണ് ഈ കാർഡിൻ്റെ പേര്. നിങ്ങൾക്കവിടെ 7 നക്ഷത്രങ്ങളെ കാണാം. ഇവിടെ ക്ഷമയും നയതന്ത്രതയും എല്ലാം സഹിക്കാനുമുള്ള നിങ്ങളുടെ ശേഷി വന്നിരിക്കുന്നു എന്നുള്ളത് അർത്ഥമാക്കുന്നു. നിങ്ങൾ മെച്യൂർഡായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു. പഴയകാല അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. വൈകാരികമായി പ്രതികരിക്കുന്നതിനേക്കാളും വൈകാരികമായി ചിന്തിക്കുന്നതിനേക്കാളും സ്വാർത്ഥമായി നേട്ടത്തിന് വേണ്ടി ഓടുന്നതിനേക്കാളും നല്ലത് ആത്മസുഖവും ആത്മീയ ചൈതന്യത്തോടെയും സംതൃപ്തിയോടെയും ആത്മസംതൃപ്തിയോടെയും ഒക്കെ ജീവിക്കുക എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. ക്ഷമ, കാരുണ്യം, നന്മ എന്നിവ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കാലം കൊണ്ടുവന്നിരിക്കുന്നു. മാത്രമല്ല, ഒരു പ്രത്യേക കരിയറിൽ, പ്രത്യേക തൊഴിലിൽ, പ്രത്യേക പ്രവൃത്തി മേഖലകളിലുള്ള നിങ്ങളുടെ വൈഭവവും പരിചയസമ്പത്തും നിങ്ങളെ ആ മേഖലയിലെ ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് മാറ്റിയിരിക്കുന്നു. നിങ്ങളൊരു സ്ത്രീ ആയാലും പുരുഷനായാലും അറിവ് നിങ്ങളെ പ്രാഗൽഭ്യമുള്ളൊരു വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നു. അറിവ് ലഭിക്കുന്തോറും നാം കുനിഞ്ഞു പോകും എന്ന് പറയുന്നത് പോലെ, കൂടുതൽ മാങ്ങയുള്ള മാവ് കുനിഞ്ഞു നിൽക്കും എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ പതുക്കെ പതുക്കെ ജീവിതത്തിൽ നന്മയും ശരിയായ ദിശാബോധവും നേടിയ ഒരു വ്യക്തിയായി മാറിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ പരിശ്രമം കൊണ്ട് സാമ്പത്തികമായി നിങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടായി ജീവിതത്തിൽ അഭിവൃദ്ധി നേടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതലായി നേടിയത് ക്ഷമയാണ്. നിങ്ങൾ ക്ഷമിക്കാൻ പഠിച്ചിരിക്കുന്നു. ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ നിങ്ങളെ തേടി എത്തുകയും ചെയ്യും. നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമായിട്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ റിട്ടേണായിട്ട് നിങ്ങൾക്ക് മെച്ചങ്ങൾ ലഭിക്കുന്നു. അത് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള
ആത്മസംതൃപ്തിയും നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി അവ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നതായിട്ടും നിങ്ങൾക്കറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കും. അടുത്തതായിട്ട് നൈറ്റ് ഓഫ് സ്വാർഡ്സ് എന്നാണ്. അതായത് ക്ഷമ നഷ്ടപ്പെട്ട നിങ്ങൾക്ക് വൈകാരികമായി പ്രതികരിക്കുന്ന, ഒട്ടും ക്ഷമിക്കാൻ കഴിയാത്ത, എടുത്തു ചാടുന്ന, പെട്ടെന്നുള്ള പ്രതികരണങ്ങളും പെട്ടെന്നുള്ള ആക്ഷനും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ഇതിൽ മുന്നേറ്റവുമുണ്ട്, പെട്ടെന്ന് ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നൊരു ഘട്ടവുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. പെട്ടെന്നായിരിക്കും തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നത് വൈകാരികമായ ചില സ്വാധീനത്താൽ അകപ്പെട്ടുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ദൂഷ്യമായി മാറാം. പെട്ടെന്ന് പറയുന്ന പ്രവൃത്തികൾ, പെട്ടെന്ന് ചെയ്യുന്ന ചില സമ്പ്രദായങ്ങൾ, പെട്ടെന്ന് പറയുന്ന ചില വാക്കുകൾ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് അതുവരെ ആർജിച്ച ക്ഷമ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. വൈകാരികമായി ഒരിക്കലും എടുത്തുചാട്ടമുള്ളൊരു പ്രവൃത്തി നിങ്ങളിൽ നിന്നുണ്ടാവരുത്. കാരണം അത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി എടുത്ത മെച്ചങ്ങൾ, വിജയങ്ങൾ, മുന്നേറ്റങ്ങൾ, മൂല്യങ്ങൾ എന്നിവ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോയേക്കാം. ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതായും ഒക്കെ ഉള്ള ചില അനുഭവങ്ങൾ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം. ധൈര്യം, മത്സരബുദ്ധി, തീഷ്ണത അല്ലെങ്കിൽ വിജയിക്കാനുള്ള മത്സരത്തിൻ്റെ ആർജവം എന്നിവ അതൊരു പോസിറ്റീവായിട്ട് മാറാം. പക്ഷേ എടുത്തുചാട്ടം, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, കാര്യങ്ങൾ ഗ്രഹിക്കാതെ എടുക്കുന്ന വാക്കും പ്രവൃത്തിയും, ക്ഷമയില്ലായ്മ ഒക്കെ പരാജയങ്ങൾക്ക് കാരണമായേക്കാം. ജീവിതത്തിൽ നിങ്ങൾക്കൊരു പുതിയ വെല്ലുവിളി ഉണ്ടാകാൻ പോകുന്നു. അതാണ് നിങ്ങളെ മാറ്റിമറിക്കുന്നത്. ആ വെല്ലുവിളിക്കൊരു പ്രത്യേകതയുണ്ട്. ആ വെല്ലുവിളിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറിയാൽ വലിയ വിജയത്തിനുള്ള സാധ്യതയുമാണത്. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ കൃത്യമായി പ്രതികരിച്ച് കൃത്യമായി പ്രവർത്തിച്ച് വിജയിക്കാൻ സാധിക്കും. ഒരു മുന്നേറ്റത്തിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിലുള്ളത്. പക്ഷേ വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ പ്രത്യക്ഷത്തിൽ അതിവേഗം മാറാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഉടനീളം പെട്ടെന്നുള്ള ഒരു വ്യത്യാസം, പെട്ടെന്നുള്ളൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവസാന കാർഡ് വീൽസ് ഓഫ് ഫോർച്യൂണാണ്. ഭാഗ്യത്തിൻ്റെ കാർഡാണ്. ജീവിതത്തിലേക്ക് വലിയ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വരുന്നു, വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ വരുന്നു. അത് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും. മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നു. പക്ഷേ മനസ്സൊന്ന് പിഴച്ചു പോയാൽ ചിലപ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ആത്മനിർവൃതിയോടെ, ആത്മബലത്തോടെ, ആത്മീയതയോടെ, ആത്മവിശ്വാസത്തോടെ ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക. വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ മാറ്റുക. ഭാഗ്യം നിർഭാഗ്യമാക്കാതിരിക്കുക. കാരണം ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട ഒരു ഘട്ടവുമാണിത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തി കടന്നു വരുന്നു. ആ വ്യക്തിയുടെ ആവിർഭാവത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാകുന്നു. അതും ഇവിടെ ദൃശ്യം. പ്രകാരം സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നു. സൗഭാഗ്യത്തിൻ്റെ ചക്രം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഏറ്റവും നല്ലൊരു എൻഡിങ് ജീവിതത്തിൽ ഉണ്ടാകുന്നു. എപ്പോഴും നന്മ മാത്രം ആണ് ഇനി വരാനിരിക്കുന്നത്. സൗഭാഗ്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കൈവെള്ളയിലേക്ക് എത്തുന്നു. ഒരുപാട് ആത്മനഷ്ടങ്ങളും ഭൗതിക നഷ്ടങ്ങളും മൂല്യനഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടായി. പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ സൗഭാഗ്യം നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധിയെയും മാറ്റിമറിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് പോകാനുള്ള ആത്മബലം നൽകുന്നു. അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച സത്യത്തിന് വിജയം ഉണ്ടാകുന്നു. ആരും അത് ഇതുവരെ പരിഗണിച്ചില്ലെങ്കിൽ, ആരും ഇതുവരെ അത് നിങ്ങൾക്ക് നല്ലതായി നൽകിയില്ലെങ്കിൽ, ആ വെല്ലുവിളികളെയും ആ അവഗണനയെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ടൈംലെസ് വീഡിയോ ആണ്, ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ജീവിതത്തിൽ ചില ചൂണ്ട് പലകകൾ നിങ്ങൾക്ക് ഇത് നൽകുന്നു. ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ ശാസ്ത്രീയമായ ടാരോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ പിൻബലത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. ഏറ്റവും ഭാഗ്യമുള്ളവർ, ഏറ്റവും നന്മയുള്ളവർക്ക് അത് നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നു. ഏതായാലും എല്ലാവർക്കും നന്മ നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.